കോട്ടയത്തിന് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായി പുത്തൻ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നു. അതിവേഗ ഇടപെടൽ നടത്തി പുതു ഓഫീസ് യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന് ബിജെപി ജില്ലാ നേതൃത്വം നന്ദി അറിയിച്ചു. കോട്ടയം എം പി തോമസ് ചാഴിക്കാടന്റെ അവകാശവാദം പരിഹാസ്യമെന്നും ബിജെപി പറഞ്ഞു. പുതുവർഷത്തിൽ കോട്ടയത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം പുതുമോടിയോടെ തുറക്കുകയാണ്. പുതിയ കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയുള്ളതിനാലായിരുന്നു നാഗമ്പടത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം താൽക്കാലികമായി അടച്ചത്. അതിവേഗ ഇടപെടൽ നടത്തി പുതിയ ഓഫീസ് യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന് ബിജെപി ജില്ലാ നേതൃത്വം നന്ദി അറിയിച്ചു. പാസ്പോർട്ട് സേവാ കേന്ദ്രം പുനരാരംഭിച്ചതിൽ കോട്ടയം എം പി തോമസ് ചാഴിക്കാടന്റെ അവകാശവാദം പരിഹാസ്യമാണെന്നും ബിജെപി വിമർശിച്ചു. എനിക്ക് എം പിയോട് ചോദിക്കാനുള്ളത്, ആരാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്? ആരാണ്, ഏത് ബോഡിയിലാണ് അത് എടുത്തത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി എം പി തയ്യാറാവണം. അത്തരം ഒരു നീക്കം ഇവിടെ നടന്നതായിട്ട് ആരുടെയും അറിവിലില്ല. ഇവിടെ ഉണ്ടായിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ചില സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ അത് അടച്ചുപൂട്ടുകയും അതിനുശേഷം ഇവിടെ കോട്ടയത്ത് വന്നിരുന്ന അപ്പോയിൻമെൻറ്റുകൾ ആലപ്പുഴ, തൃപ്പൂണിത്തുറ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നു മുതൽ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടെ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ടാറ്റ കൺസൾട്ടിംഗ് ഏജൻസിയും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ആൾക്കാരും കൂടെ കൂടിയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പാസ്പോർട്ട് ഓഫീസ് താൽക്കാലികമായി അടച്ചതോടെ മധ്യ കേരളത്തിലെ ജനങ്ങളുടെ പ്രയാസം ബിജെപി ജില്ലാ നേതൃത്വം വിദേശകാര്യ സഹമന്ത്രിയും പാസ്പോർട്ട് ഓഫീസുകളുടെ ചുമതലയുള്ള വി മുരളീധരനെ ബോധ്യപ്പെടുത്തിയിരുന്നു. മന്ത്രിയുടെ ഇടപെടലിൽ കോട്ടയം TBK എതിർവശമുള്ള ഒലീവ് അപ്പാർട്ട്മെന്റിലെ 1ഉം 2ഉം നിലകളിലായി പുതിയ ഓഫീസ് തുറക്കുകയാണ്. ജനം, കോട്ടയം.